വിശാലദൃഷ്ടിനെ നിറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് പരിശുദ്ധ അമ്മ എലീശ പുണ്യവതിയെ സന്ദർശിക്കുന്ന രംഗമാണ്. അവിടെ ചെല്ലുമ്പോൾ എലീശോ അമ്മ വളരെ സന്തോഷത്തോടെ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുന്നു. പരിശുദ്ധ അമ്മ എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നു. അഭിവാദന സ്വരം കേൾക്കുമ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി എന്നാണ് നമ്മൾ വായിക്കുക. ആ ശിശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവൻ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. അപ്പോ എലിസബത്ത് പരിശുദ്ധ അമ്മയെ ഉദ്ഘോഷിച്ചുകൊണ്ട് പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കുന്നതിലും പരസ്പരം ബഹുമാനിക്കുന്നതിലും മത്സരിക്കുന്ന രണ്ടുപേര്, അല്ലെങ്കിൽ പരസ്പരം ബഹുമാനിക്കുന്നതിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന രണ്ടുപേര്. ഇതേ ആശയം തന്നെയാണ് ഇന്നത്തെ ലേഖനഭാഗത്തിലൂടെ പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നത്. പൗലോസ്ലിയ പറയുകയാണ്, നിങ്ങൾ പരസ്പരം സഹോദര തുല്യം സ്നേഹിക്കും, പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുമെന്ന് പറയുകയാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തില് നമുക്ക് ഏറ്റെടുക്കാവുന്ന മനോഹരമായിട്ടുള്ള ചലഞ്ച് ഇതാണ്. പരസ്പരം ബഹുമാനിക്കുന്നതിലും പരസ്പരം സഹോദര തുല്യം സ്നേഹിക്കുന്നതിലും എനിക്ക് മുന്നേറാനായിട്ട് സാധിക്കും. അതൊരു ചലഞ്ചായിട്ട് തന്നെ നമുക്ക് ഏറ്റെടുക്കാം. മനോഹരമായിട്ട് നമ്മുടെ സുവിശേഷത്തില് പരിശുദ്ധ അമ്മയും എലിസബത്തും അതിന് നമുക്ക് മാതൃക നൽകുന്നുണ്ട്. സഹോദര തുല്യം സ്നേഹിച്ച് പരസ്പരം ബഹുമാനിക്കുന്ന പരസ്പരം ബഹുമാനിക്കുന്നതിന് മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന രണ്ടുപേരെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. പൗലോസിലെ ഇതേ ആശയം നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ ഈ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം സഹോദര തുല്യം സ്നേഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്